നമ്മുടെ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെ അവരെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ അവർ വളരെ ഭാഗ്യമുള്ളവരാണ്. ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും ശരി. കാലഘട്ടം മാറണമല്ലോ. ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം അല്ലെങ്കിൽ എന്നേക്കാളൊക്കെ മുമ്പുള്ളവരുടെ എൻ്റെയൊക്കെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 3/4% ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹത്തെപ്പറ്റി ആ പെൺകുട്ടിക്ക് എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പയ്യനെ വേണമെന്ന് ആഗ്രഹിച്ചാലും ഫാദറും മദറും കൂടിയും ആലോചിച്ച് കൊണ്ടുവരുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം അവർക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവർക്ക് അവരുടേതായ ഒരു തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ചെറുപ്പക്കാർക്കാണെങ്കിലും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും അവർക്കും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ഇതുപോലെയുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ആരെയും നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചോളം ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അവർക്ക് വിദേശത്തേക്ക് പോകുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും അവർ ഫ്രണ്ട്സ് തമ്മിൽ കൂട്ടം കൂടിയുള്ള ഒരു ആലോചനയും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട്. ഒരു പരിധി വരെയും ഇന്നത്തെ മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ വിദേശം ആണ് പറയുന്നത്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ കൂടി നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ